വെൽക്കം ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. കുട്ടികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി ധാരവൈദ്യുതി എന്നുള്ള ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഈ 3 ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എഴുതാൻ കഴിയണം. അപ്പം നോക്കാം നമുക്ക് ഏതാണ്ടൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ്. നോക്കിയോ, 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ഫിഗർ 1 ആൻഡ് ഫിഗർ 2. ക്വസ്റ്റ്യൻ നോക്കിയോ, in which figure bulb will glow when the switch is turned on? സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതിൽ ഏത് ചിത്രത്തിലാണ് ബൾബ് പ്രകാശിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോ ഡൗട്ട് സിമ്പിൾ ആണ്, രണ്ടാമത്തെ ചിത്രത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. കാരണം ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം? ഒന്നാമത്തെ ചിത്രത്തിലോട്ടൊന്ന് നോക്കിയേടാ. ഒന്നാം ചിത്രത്തിൽ നോക്കിയേ, ഒരു സ്വിച്ചും ഉണ്ട്, ഒരു ബൾബും ഉണ്ട്. വെറും ഒരു സ്വിച്ചും ബൾബും ഉണ്ട്, അതുകൊണ്ട് കാര്യമില്ല. എന്ത് വേണം? കറണ്ട് കിടന്നിട്ട് ഒഴുകണം. കറണ്ട് ഒഴുകണമെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ, പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. അതിനു വേണ്ടി നമ്മൾ ആരെയാണ് കൊടുക്കുക? സർക്യൂട്ടില് സെല്ലിനെ കൊടുക്കും. സോ ഇതിൽ എന്തില്ല? നോ സെല്ല് അല്ലെ. ഇവിടെ ആണെങ്കിൽ എന്തുണ്ട്? സെല്ലുണ്ട്. അപ്പൊ സെല്ല് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? ഇതില് അല്ലെ കറണ്ട് ഉണ്ടാകും അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് കിടന്നിട്ട് ഒഴുകും. ഇലക്ട്രോൺസ് കിടന്നിട്ട് ഒഴുകുമ്പോഴാണ് അല്ലെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. സോ കറണ്ട് ഉണ്ടാകുമ്പോൾ മാത്രമുള്ള എന്തുണ്ടാവടാ? ബൾബ് കത്തുക. സോ നമുക്ക് അത് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ഫിഗർ 1 ദർ ഈസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ P and Q അല്ലെ, ഹെൻസ് ദർ ഈസ് നോ ഫ്ലോ ഓഫ് കറണ്ട് ആൻഡ് ബൾബ് ഡസ് നോട്ട് ഗ്ലോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എഴുതി കൊടുക്കാം അല്ലെ. ഒന്നാമത്തെ ചിത്രത്തില് അവിടെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഇല്ല, അതുകൊണ്ട് കറണ്ട് ഒഴുകുകയില്ല, അതുകൊണ്ട് ബൾബ് പ്രകാശിക്കുകയില്ല എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് സെൽ ഇൻ ഫിഗർ 2. ഇതിലുള്ള ഈ സെല്ലിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സെല്ല് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു മെയിൻറ്റെയിൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ്സ് എന്ന് വേണം നമ്മൾ ആൻസർ എഴുതി കൊടുക്കാൻ. ഇങ്ങനെ മലയാളത്തിൽ എഴുതാ, പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ന് വേണം നിങ്ങൾ എഴുതി കൊടുക്കാൻ. അപ്പം ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഒരു കാര്യം കൂടെ പറയാം, എപ്പോഴും കറണ്ട് ഒഴുകുക എവിടുന്നായിരിക്കടാ? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഒഴുകുക കേട്ടോ. അത് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഇലക്ട്രോണിന്റെ ഫ്ലോ. അപ്പൊ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. ഇത് നിങ്ങളോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയോ, എന്താണ് ക്വസ്റ്റ്യൻ? നമുക്കൊരു മാച്ച് ദ ഫോളോവിങ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. 2 കോളംസ് ഉണ്ട് അല്ലെ, 2 കോളംസ് ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്? കോളം മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എയും ബിയും തമ്മിൽ കണക്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റെസിസ്റ്റർ എന്താണ്? നമുക്കറിയാം ഇതാണ്, നോ ഡൗട്ട് അല്ലെ. റെസിസ്റ്ററിനെയാണ് നമ്മൾ ഇങ്ങനെ 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 ഇട്ട് വരയ്ക്കുന്നത് അല്ലെ. സർക്യൂട്ടിൽ വരയ്ക്കുമ്പോൾ അതിന്റെ സിമ്പൽ ആണ് ഇത് തന്നിട്ടുള്ളത്. നെക്സ്റ്റ്, കൂളം ബൈ സെക്കൻഡ്. കൂളം ബൈ സെക്കൻഡ് നമുക്ക് ഡൗട്ട് ആയിരിക്കും, അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ അല്ലെ, അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ്, കറണ്ട് മെഷറിംഗ് ഡിവൈസ്. കറണ്ട് മെഷർ ചെയ്യുന്ന ഡിവൈസിന്റെ പേരാണ്, ഒന്ന് വേഗം പറഞ്ഞേടാ. യെസ്, അമ്മീറ്റർ ആണ് അല്ലെ, അമ്മീറ്റർ. ഓക്കെ, നമുക്കറിയാം. നെക്സ്റ്റ്, വോൾട്ട് ബൈ ആംപിയർ. അതും നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് നമുക്ക് 2 ആൾക്കാർ വേറെ ആരൊക്കെയാ ഉള്ളത്? ഓം ഉണ്ട്, പിന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആരൊക്കെയാടാ? ആംപിയർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട് അല്ലെ. ഓക്കെ, നോക്കാം നമുക്ക് അല്ലെ. അപ്പൊ കൂളം ബൈ സെക്കൻഡ്. കൂളം എന്തിന്റെ യൂണിറ്റ് ആണെടാ? കൂളം എന്തിന്റെ യൂണിറ്റ് ആണ്? ചാർജിന്റെ യൂണിറ്റ് ആണ്. ചാർജ് നമ്മൾ ക്യൂ എന്നാണ് കൊടുക്കുക. സെക്കൻഡ് എന്തിന്റെ യൂണിറ്റാ? ടൈമിന്റെ യൂണിറ്റ് ആണ്. ക്യൂ ബൈ ടി. ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണെടാ? കറണ്ട് അല്ലേടാ, കറണ്ട് ആണ്. സോ കറണ്ടിന്റെ എന്തെങ്കിലും ഇവിടെ തന്നിട്ടുണ്ടോ? യെസ് ഉണ്ട്, കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. സോ അത് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാൻ പറ്റും അല്ലെ. സിമ്പിൾ. നെക്സ്റ്റ് നോക്കിയാൽ പിന്നെ നമുക്ക് അറിയേണ്ടത് വോൾട്ട് ബൈ ആംപിയർ. വോൾട്ട് എന്താണടാ? വോൾട്ട് എന്താണ്? വി അല്ലെ. വോൾട്ടിന്റെ വി എന്നാണ് കൊടുക്കുക. ആംപിയർ എന്തിന്റെ യൂണിറ്റ്? ആംപിയർ എന്തിന്റെ യൂണിറ്റ് ആണ്? കറണ്ടിന്റെ യൂണിറ്റ് അല്ലേ. സോ ഐ. വി ബൈ ഐ എന്ന് പറഞ്ഞാൽ ആരാണടാ? റെസിസ്റ്റൻസ് അല്ലേടാ. റെസിസ്റ്റൻസ് അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ ഓംസ് ലോയില്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. വി ബൈ ഐ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം. വെരി സിമ്പിൾ അല്ലെ, എത്ര പെട്ടെന്നാണ്. സോ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഏറ്റവും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇതും ഇതൊക്കെ ആയിരിക്കും. സോ ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്.
ഇതതിന്റെ മലയാളം. ഓക്കെ, അറിയാലോ. സെയിം മലയാളം മീഡിയം കുട്ടികൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക കേട്ടോ. മക്കളെ നോക്കിയോ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയോ. വി നോ ദാറ്റ് ഓംസ് ലോ ഡീൽസ് വിത്ത് റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെ. നമുക്കറിയാം ഓംസ് ലോ എന്ന് പറയുന്നത് കറണ്ടും പ്രതിരോധവും പൊട്ടൻഷ്യൽ വ്യത്യാസം തമ്മിലുള്ള ഒരു കണക്ഷൻ പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു ആ ഇക്വേഷൻ? നമ്മൾ പഠിച്ചതാണല്ലോ. എന്താണ് V = I × R അല്ലെ. V = IR. IR വെജിറ്റേറിയൻ ആണെന്നുള്ള ഇക്വേഷൻ അല്ലെ. ഇത് നമുക്കറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നോക്കിയോ, ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കംപ്ലീറ്റ് ദ ഫോളോവിങ് ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് അല്ലെ. കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? V തന്നിട്ടുണ്ട്, ചിലതിൽ V തന്നിട്ടുണ്ട്, ചിലതിൽ I തന്നിട്ടുണ്ട്, ചിലതിൽ R തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇക്വേഷൻ അറിയെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ മെയിൻ ഇക്വേഷൻ V = IR എന്നുള്ള മെയിൻ ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഐനും ആറിനും ഒക്കെ ഇതിൽ നിന്നും ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണം നിങ്ങൾ പഠിക്കാന്. സോ അതിൽ അല്ലെ ഈ ടേബിളിൽ നമുക്ക് I കണ്ടുപിടിക്കണം, R ഒക്കെ കണ്ടുപിടിക്കണം, വെറും V മാത്രമല്ല കണ്ടുപിടിക്കാൻ. സോ I = എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കണം, അതുപോലെ ഇതിൽ നിന്നും R = എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത്, എനിക്ക് I ആണ് കണ്ടുപിടിക്കണമെങ്കിൽ I മാത്രം അവിടെ നിർത്തുക. സോ I മാത്രം അവിടെ നിർത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? കൂടെയുള്ള ആളെ അപ്പുറത്തെ സൈഡിലോട്ട് ഒറ്റ തട്ട്. സോ എന്ത് വരും? V ഡിവൈഡഡ് ബൈ, കാരണം ഇൻറ്റു R എന്നല്ല എടുക്കുന്നത്. അപ്പം ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് അത് ഡിവൈഡഡ് ബൈ R എന്നാകും. സോ നമുക്ക് കിട്ടും I = V/R. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണടാ? ഇനി നമുക്ക് ആറിനെയും കണ്ടുപിടിക്കണം അല്ലെ. സോ ആറിനെ മാത്രം അവിടെ നിർത്തുന്നു, കൂടെയുള്ള ഐനെ അപ്പുറത്തെ സൈഡിലോട്ട് പറഞ്ഞേക്കുന്നു അല്ലെ. സോ എന്ത് വരും? V/I. സോ നമുക്ക് എന്ത് കിട്ടിയടാ? 3 ഇക്വേഷൻസ് ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും അല്ലെ. സോ നോക്കിക്കോളൂ, എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ? നമുക്ക് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? I = V/R. സോ V / R. സോ V എന്താണെടാ? V എന്താണ് തന്നിട്ടുണ്ട്? 6/R എത്രയാണെടാ? 6 പ്രതിരോധം, റെസിസ്റ്റൻസ് എത്രയാണ്? 2. സോ 6/2 = 3 എന്ന് മാത്രം എഴുതിയാൽ പറ്റൂല അല്ലെ. കറണ്ട് ആണ്, കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. സോ A അല്ലെ, 3 ആംപിയർ എന്ന് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്തൊക്കെ തന്നിട്ടുണ്ട്? I തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് V ആണ്. സോ നമുക്കറിയാം V = IR. IR വെജിറ്റേറിയൻ ഉള്ള ഇക്വേഷൻ കൊടുക്കുക. I എത്രയാണെടാ? 3. R എത്രയാണ്? 4. സോ 3 × 4 = 12 എന്ന് കിട്ടും. 12 എന്ന് മാത്രം എഴുതിയാൽ പോരാ, വോൾട്ടിന്റെ യൂണിറ്റും കൂടെ എഴുതണം അല്ലെ. വോൾട്ടേജിന്റെ യൂണിറ്റ് V ആണ് നമുക്കറിയാം. അപ്പം ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ്? R കണ്ടുപിടിക്കാൻ. സോ നിങ്ങൾ എല്ലാവരും അത് കമന്റ് ആയിട്ട് അറിയിക്കുക. സോ I will be waiting. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ്, എന്ത് ബേസിക് ആണ്, എന്ത് ഫൗണ്ടേഷൻ ആണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ താങ്ക് യു സോ മച്ച്. ബൈ.